hero or the villain? Not both. You are talking to an actor. കഥയെ ഉണ്ടാവുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു ഭ്രാന്തനാണ്, പറയാതെ പറ്റത്തില്ല. കാരണം പുള്ളിയുടെ ഭ്രാന്ത് എന്ന് പറയുന്നത് സ്റ്റാർഡത്തിനോടോ ഫെയിമിനോടോ അല്ല, അഭിനയം എന്ന് പറയുന്ന കലയോട് അടങ്ങാത്ത ഭ്രാന്തുണ്ട് പുള്ളിക്ക്. 74 വയസ്സിലും ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ പോലും തള്ളിക്കളയുന്ന റോളുകൾ വളരെയധികം ആവേശത്തോടെ പുള്ളി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹീസ് റീഡിഫൈനിങ് വാട്ട്സ് ആക്ടിങ് ഈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴു എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ തൊട്ട് നിങ്ങൾക്കൊരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന സ്റ്റാറിനെ എന്ന് പറയുന്ന ഹീറോയെ കാണാൻ പറ്റില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മമ്മൂട്ടി എന്ന് പറയുന്ന ഹീറോ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വലിയുമ്പോഴത്തേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ 10 സ്റ്റെപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ടാവും. ഹി ഡസൻറ്റ് കെയർ അബൌട്ട് ഫെയിം, ഹി ഡസൻറ്റ് കെയർ അബൌട്ട് സ്റ്റാർഡം, ഹി ഓൺലി കെയർസ് അബൌട്ട് ആക്ടിങ്. ആം ഐ ടോക്കിംഗ് ടു ദ ഹീറോ ഓർ ദ വില്ലൻ എന്ന് ചോദിക്കുമ്പോൾ നോട്ട് നീദർ. യു ആർ ടോക്കിംഗ് ദ ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹി ഹാസ് ഓൾറെഡി റീഡിഫൈൻഡ് എവറിത്തിങ് അബൌട്ട് ആക്ടിങ്. ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് ഒരു വലിയ യൂത്ത് ജനറേഷനെ സ്റ്റാർഡം എന്നുള്ളതിനേക്കാളും കൂടുതൽ നല്ല പടങ്ങളുടെ ഭാഗമാകണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത പേട്രിയാർക്ക്, അതാണ് മമ്മൂക്ക. ഈ 74-ാമത്തെ വയസ്സിലും പലരും മടിക്കുന്ന റോളുകൾ വളരെയധികം ആക്രാന്തത്തോടെ എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരാൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഈ പ്രായത്തിലും അടങ്ങാത്ത ആവേശം, അത്യാർത്ഥി എന്ന് തന്നെ പറയാം, അഭിനയത്തിനോടുള്ള അത്യാർത്ഥി. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും പുള്ളി ഈ പ്രായത്തിലും ഒരു സീരിയൽ കില്ലറിനെ അവതരിപ്പിച്ചിട്ട് പോലും, പുള്ളിക്കാരൻ്റെ രാക്ഷസ നടനം കണ്ടിട്ട് പോലും ഒരു വില്ലനെ വെറുക്കേണ്ടെടുത്ത ആൾക്കാർ സ്ക്രീനിൽ നോക്കി കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂക്ക എന്ന് പറയുന്ന പാട്രിയാർക്കിൻ്റെ നടൻ്റെ വിജയം തന്നെയാണ്.